2025 പോലെയല്ല കേട്ടോ, 2026 ഞാൻ സ്വല്പം ബിസിയാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ എൻ്റെ SSCയുടെ കോച്ചിങ് ഓഫ്ലൈൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉള്ളതുകൊണ്ട് സാറ്റർഡേ സൺഡേ കിട്ടുമ്പോൾ കൊതിയാട്ടോ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാനും പുറത്തൊക്കെ പോകാനൊക്കെ. ഇത് നമ്മുടെ ആശകളായിട്ടോ ഞങ്ങൾ ആ കണ്ടത്. മിഡിൽ സ്പ്ലിറ്ററിന്റെ അവിടെ നിന്നൊരു ചെറിയ ദ്വാരം, അതുകൊണ്ട് ഇപ്പം എന്താ ലെഫ്റ്റ് ഇയറിലൊക്കെ കേൾക്കാൻ പറ്റണില്ല. രാവിലെ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മൂഡൊക്കെ പോയെങ്കിലും ഇന്ന് അത്യാവശ്യം അടിപൊളിയാവുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ നേരെ പോയത് ഫോറത്തിലോട്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സെഫാനിയ നെക്സ്റ്റ് വീക്ക് ഓസ്ട്രേലിയയിൽ പോവാം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളിങ്ങനെ ചെറിയ മീറ്റപ്പ് ഒക്കെ നടത്തിയതാട്ടോ ഈ കാണുന്ന വീഡിയോസൊക്കെ. കൂടെയുള്ള ആൾക്കാരൊക്കെ പുറത്ത് വേറെ കൺട്രിയിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ. എന്താ ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫ് തന്നെയാണെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ അയാളെ ശരിക്കും മിസ് ചെയ്യും. ആളിവിടെ ഉണ്ടായിട്ടും ഞാൻ 2026 ആദ്യമായിട്ട് ഇതേ കാണുന്ന ദിവസമാട്ടത് ഇത്. അയാൾ പോകാൻ ഇനി അധിക ദിവസമൊന്നും ഇല്ലെന്നറിഞ്ഞപ്പം എവിടുന്നോ എങ്ങനെയൊക്കെയോ ഒരു വെപ്രാളമൊക്കെ തോന്നി. ഞങ്ങൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒന്നും അധികം സംസാരിക്കാനില്ലെങ്കിലും നേരിട്ട് ഞങ്ങൾക്ക് ഒരു ലോഡ് കഥകളായിരിക്കും കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്യാനുള്ളത്. അങ്ങനെ ഒരു 3-4 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഫോൺ തന്നെ എടുക്കുന്നത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള അയാൾ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊക്കെ എനിക്ക് അന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തായിരുന്നു. എൻ്റെ കോളേജ് ലൈഫിലെ ബെസ്റ്റ് മെമ്മറീസൊക്കെ സെഫാനിയായിട്ടുള്ളതായിരിക്കും എന്ന് ഒരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ കോളേജ് ലൈഫൊക്കെ അടിപൊളിയാക്കി തന്നതിൽ ശരിക്കും ഞാൻ അയാളോട് താങ്ക്ഫുള്ളാണ്. ഈ വെസ്പയ്ക്കും നല്ലൊരു റോളുണ്ട് കേട്ടോ. എന്തായാലും അയാൾ ശരിക്കും മിസ് ചെയ്യും. അതുകൊണ്ട് എനിക്കത്ര പറയേണ്ടതൊന്നും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്, അത്രേ ഉള്ളൂ.